ഉണ്ടാക്കി തീർക്കാൻ കഴിയും. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതിലും ഇത് ഈ ഒരു സംഗമത്തിലും ഈ ഒരു സംസാരത്തിലൊക്കെ ഈ നേതാക്കന്മാർ ഈ ഉമറാക്കൾ പലതും ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുമല്ലോ. ഖൈറായ കാര്യങ്ങൾ പറയുക, നല്ല ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ കുടുംബ ബന്ധത്തെ നിലനിർത്താൻ ആവശ്യമായതിലേക്ക് സംസാരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് നിക്കാഹിന്റെ കോമാളിത്തരങ്ങള്, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിലെ കോമാളിത്തരങ്ങള് നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും മുസ്ലിമായ ഒരു മനുഷ്യന്റെ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ, അതുപോലല്ലേ വേങ്ങച്ചേരിക്കാര് അവരങ്ങനെ തന്നെ എന്ന ഒരു ചീത്തപ്പേര് നമുക്ക് ഒരാളുടെയും നാവിലൂടെ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന ഒരു തീരുമാനം നമുക്ക് ഈ സദസ്സിൽ നിന്നുണ്ടാക്കാൻ കഴിയും. അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതിലെ ഓരോ കണ്ണികളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിനുവേണ്ടി തയ്യാറാകേണ്ടവരുമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കൊണ്ട് എൻ്റെ കുടുംബത്തിന്, എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് ഒരു ചീത്തപ്പേരുണ്ടാകൂല എന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ മക്കളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. എൻ്റെ കുടുംബത്തിലെ ഒരു നിക്കാഹിന്റെ സദസ്സ് എന്തേ നമുക്കൊന്നും അത് ചിട്ടപ്പെടുത്തിയാൽ എൻ്റെ കുടുംബത്തിന്റെ നിക്കാഹിന്റെ സദസ്സ് ഇൻഷാ അല്ലാഹ് അത് മസ്ജിദുകളിൽ വെച്ചായിരിക്കും. അമ്പലത്തിൽ വെച്ചിട്ടാണ് ഹൈന്ദവ സഹോദരങ്ങൾ ഇത് നടക്കുന്നത്. ക്രൈസ്തവരത് നടക്കുന്ന അവരുടെ ചർച്ചിൽ വെച്ചിട്ടാണ്. അവരുടെ എല്ലാ മതത്തിന്റെ ആചാരങ്ങളും പാലിച്ച് വളരെയധികം ആദരവോടുകൂടെ നടക്കുന്ന നിക്കാഹിന്റെ സദസ്സ് മുസ്ലിമിൻ്റെത് മാത്രം പള്ളിയിൽ സുന്നത്താണെന്ന് മുത്തുനബിയുടെ വാക്ക് മാത്രം കിടക്കാണ്. മസ്ജിദുകളിൽ നിക്കാഹുകൾ ചുരുങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താണ് പഠിപ്പിച്ചു. അത് വെള്ളിയാഴ്ചയാകല് ആർക്കും അറിയില്ല. വെള്ളിയാഴ്ച നിക്കാഹ് ഉസ്താദ് അതെങ്ങനെ നടക്കല് എന്നാണ്. വെള്ളിയാഴ്ച സുന്നത്താണ്, ശവ്വാൽ മാസത്തിൽ സുന്നത്താണ്. വെള്ളിയാഴ്ച അതന്നെ രാവിലെ സമയം, അതെ ളുഹായുടെ സമയം പള്ളിയിൽ വെച്ചാവുക, ഇതൊക്കെ വലിയ സുന്നത്തുള്ള കാര്യമാണ്. നിക്കാഹിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. ഇതൊക്കെ പാലിച്ചുകൊണ്ടൊരു നിക്കാഹിന്റെ സദസ്സ് നടന്നാൽ നോക്കി നിങ്ങൾ, അതിൽ എത്ര വലിയ ബറക്കത്തുണ്ടാകും, എത്ര വലിയ സന്തോഷം ഉണ്ടാകും. മാഷാ അല്ലാഹ്. ആ ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കം ബറക്കത്തോടുകൂടെ ആകുമ്പോൾ ആ ബന്ധങ്ങളിൽ അല്ലാഹു തആല എത്രമേൽ വലിയ ഇൽഫത്തും റാഹത്തും തരും. നമ്മുടെ തുടക്കം തന്നെ നന്നാകണം. എല്ലാ വിഷയങ്ങളുടെയും തുടക്കം നന്നാകണം. അപ്പോഴല്ലേ അതിന്റെ ഒടുക്കവും നന്നാവുകയുള്ളൂ. അതാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം നല്ല നല്ല തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം, നല്ല സ്വാലിഹീങ്ങൾ നടക്കുന്ന സംഗമിക്കുന്ന സദസ്സ്, മാഷാ അല്ലാഹ് ഖുർആൻ ഓതിയിട്ടുള്ള ദുആഇന്റെ സദസ്സ്, ഇതൊക്കെയല്ലേ നമ്മുടെ നിക്കാഹിന്റെ സദസ്സിൽ ഉണ്ടാകുന്നത്. അത് അരോചകമാകുന്ന രൂപത്തില് അതിൽ ഹറാമുകൾ കലരുമ്പോഴേ എപ്പോഴാ മുഅ്മിനീങ്ങളെ ബറക്കത്തുണ്ടാകുന്നത്? ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിത്തീരുന്ന ഈ വേങ്ങച്ചേരി ഇനിയും വ്യാപിക്കും. ഇനിയും മക്കളും മക്കളും ആയിട്ട് ഇങ്ങനെ വ്യാപിക്കും. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പഴയ കാലത്ത് ആ ഒരു ഉത്തമ സമുദായം ഒന്നും ഇനി ഇങ്ങനെ ഉണ്ടാവൂല. നമ്മുടെ വല്യാപ്പാരുടെയും ഉപ്പാപ്പാരുടെയും ഒരു ശുദ്ധിയും സംശുദ്ധിയൊന്നും ഇനി നിലനിൽക്കും എന്ന് ആർക്കും ഉറപ്പില്ല. അത് ഒരു കുടുംബത്തിലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അവസാനമാകുമ്പോഴേക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന അത്ര ശ്രദ്ധിച്ച് എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ചീത്തപ്പേര്, മോശപ്പേര് എന്നെ കൊണ്ടുണ്ടാകൂല എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാൻ കഴിയുമല്ലോ. ഞങ്ങളുടെ നിക്കാഹിന്റെ സദസ്സ് അത് ഞങ്ങളൊരു തീരുമാനമെടുക്കും, ഈ നേതാക്കന്മാരൊരു തീരുമാനമെടുക്കും. അതിലേറ്റവും കൃത്യതയോടുകൂടെ നടക്കുക. കല്യാണ രാവുകൾ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങളെ വീടുകളിൽ, ഞങ്ങളെ വേദികളിൽ നടക്കൂല എന്ന് തീരുമാനമെടുക്കാൻ ഒരു വാപ്പാക്കും ഉമ്മാക്കും കഴിഞ്ഞാൽ എത്ര വലിയ സന്തോഷാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് പഴയ കാലത്തുള്ള ഉമ്മമാർ പലപ്പോഴും പറയണത്, നമുക്ക് ഏതായാലും ഒന്ന് അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും ആ സന്തോഷം കിട്ടിയിട്ടില്ല, ഏതായാലും നിങ്ങൾ മക്കളെ കളിച്ചോളി, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നാണ്. പ്രായമേറെ എത്തിയിട്ട് ആ ഉമ്മാന്റെ വാക്കിൽ നിന്ന് സംസാരം അങ്ങനെയാണ് വരുന്നതെങ്കിൽ എത്ര വലിയ ദയനീയാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്ക് ഏതായാലും കഴിഞ്ഞിട്ടില്ല, നിങ്ങളേതായാലും കളിച്ചോളി മക്കളെ, അടിച്ചു പൊളിച്ചോളി, നമ്മൾ കൂടെ ഉണ്ട് എന്നാണ്. എല്ലാ വേണ്ടാത്തതിനും കൂട്ടുനിൽക്കുന്നൊരു അപ്പയോ ഉമ്മയോ ഒക്കെ ആയി മാറിയാൽ നമ്മൾ ഏറെ നശിച്ചവരായി പോകൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആരും അങ്ങനെയാണ് എന്നൊന്നും അല്ലട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരും അങ്ങനെ ആകരുത് എന്നാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പകുതിയും പൂർത്തീകരിക്കുന്ന ഒരു അമലാണ് നിക്കാഹ്. ഫഖദ് ഇസ്തക്മല നിസ്ഫൽ ഈമാൻ.
അവൻ ഈമാനിന്റെ പകുതി പൂർത്തീകരിച്ചു വിവാഹത്തോടുകൂടെ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നിക്കാഹ്, കുടുംബ ജീവിതം, അതിന്റെ തുടക്കം തന്നെ ഏറെ സുന്ദരമായി പടച്ച റബ്ബിനെ പൊരുത്തപ്പെടുന്ന രൂപത്തിലായി തീർന്നാൽ അപ്പോഴാണ് അവന്റെ ഈമാനിന്റെ പകുതിയായി മാറുന്നത്. അപ്പോഴാണ് അത് അവന്റെ ഈമാന് സിയാദത്തുണ്ടായി തീരുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങളുടെ തുടക്കം നല്ല ഒരു ജീവിതത്തിലേക്ക് അവനെ എത്തിക്കാൻ കഴിയും. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നല്ല ഒരു സ്നേഹവും റഹ്മത്തും അല്ലാഹു തആല ഉണ്ടാക്കി തീർത്ത് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കയറുകയാണ്. അല്ലാഹു തആല മനുഷ്യന്റെ ഈ രണ്ട് ബന്ധങ്ങൾക്കിടയിൽ അല്ലാഹു ഇട്ടു തന്ന വലിയ ഒരു കാരുണ്യാണ്. അല്ലാഹു തആല വലിയൊരു റഹ്മത്ത് ഇട്ട് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതവന്റെ വാക്കിൽ നിന്ന് പ്രകടമാകേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ സംസാരത്തിൽ നിന്നാണ് മവദ്ദത്ത് കൂടുതലായി പ്രകടമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് മനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് നമ്മളോട് ഒന്നിച്ച് ജീവിക്കാൻ, സന്തോഷിക്കാൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനങ്ങൾക്കിടയിൽ രണ്ടുപേർക്കിടയിലും വലിയ മവദ്ദത്ത് ഇട്ടു തന്നു എന്നും പറയുന്നു. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, ഈ മവദ്ദത്ത് പ്രകടമാകേണ്ടത് നമ്മുടെ സംസാരങ്ങളിലൂടെയാണ് എന്നാണ്. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെടാൻ കാരണമാകുന്നത് സംസാരം കുറഞ്ഞു എന്നുള്ളതാണ്. ഭർത്താവിന് ഭാര്യയോട് മിണ്ടാൻ സമയമില്ല, ഭാര്യക്ക് ഭർത്താവിനോട് മിണ്ടാൻ സമയമില്ല, മക്കളുമായി ഒന്ന് കൂടിയിരുന്നിട്ട് സംസാരിക്കാൻ അവർക്ക് സമയമില്ല, മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു തിരക്കിലേക്ക് എത്തിപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നഷ്ടപ്പെടാൻ വേറെ ഒന്നും വേണ്ട. സംസാരത്തിന്റെ ഏറ്റവും നല്ല സുന്ദരമായ വാചകം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, കുടുംബ ബന്ധങ്ങളിൽ നല്ല ഊഷ്മളത ഉണ്ടാകാൻ ഒരു കാര്യം, ഒന്ന് അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. നല്ലോണം സലാം പറയണം. ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയണം. പ്രത്യേകിച്ച് കുടുംബക്കാര് തമ്മിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇറങ്ങുമ്പോൾ നമ്മൾ സലാമിനെ നല്ലോണം വ്യാപിപ്പിക്കണം. വീട്ടിൽ നിന്ന് പലപ്പോഴും ഇറങ്ങി വരുമ്പോ ഭാര്യയോട് സലാം പറയാൻ നമുക്കൊരു മടിയാണ്. ഭാര്യയുണ്ട് മുമ്പിൽ കയറി ചെല്ലുമ്പോൾ എന്തൊക്കെ വിശേഷം ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ അതിൻ്റെ ഒക്കെ മുമ്പ് ഒന്ന് നേരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയാറുണ്ട് എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, അല്ലേ? ചോദ്യോത്തരങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇന്ന് പലരും പല തിരക്കിലേക്കാരം. ഞാനൊരു റേഡിയോ മാതിരി പറയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് കേൾക്കാം, കളിക്കുന്നവർക്ക് കളിക്കാം, സംസാരിക്കേണ്ടവർ സംസാരിക്കാം. അതിനൊന്നും ഇവിടെ എതിർപ്പില്ല. എൻ്റെ സംസാരത്തിൻ്റെ വേദികളിൽ നിന്ന് വ്യത്യസ്തമായൊരു വേദിയാണെന്ന് എനിക്ക് നല്ലോണം ബോധമുണ്ട്, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ മറന്റെ മുമ്പിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണത്. അപ്പുറത്ത് ഒരുപാട് തിരക്കുകളുണ്ടാകും, പരസ്പരം കാണേണ്ടതുണ്ടാകും, മിണ്ടേണ്ടതുണ്ടാകും. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും ശ്രദ്ധിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, സലാമിൻ്റെ ആഴം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ബന്ധങ്ങളിലേക്ക് കൂടുതൽ ഊഷ്മളത ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചു തന്ന നല്ല ഒരു ടിപ്പാണത്. സലാം പറയുക എന്നുള്ളത്, കൂടെ മുസാഫഹത്തും കൂടി ചെയ്യുക എന്നുള്ളത്. കൈ കൊടുക്കുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് തമ്മിൽ ഉണ്ടാക്കി തീർക്കുന്ന വലിയ ഒരു അട്രാക്ഷനും വലിയ ബന്ധവുമുണ്ട്. ഭാര്യയുടെ കൈപിടിക്കുന്നത്, ഭർത്താവിന്റെ കൈപിടിക്കുന്നത്, ഉമ്മയുടെ കൈപിടിക്കുന്നത്, പാപ്പയുടെ കൈപിടിക്കുന്നത്, എത്ര പേരുണ്ടാകും ഇന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആരുടെങ്കിലും യാത്ര പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൈ കൊടുത്തിട്ടൊന്ന് സലാം പറഞ്ഞത്. പാപ്പ മകന്റെ കൈ പിടിച്ചിട്ട്, അല്ലെങ്കിൽ മകൻ വാപ്പാന്റെ കൈ പിടിച്ചിട്ട് എത്ര നാളായി എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് വാപ്പയോട് മിണ്ടാൻ പോലും നേരമില്ല മക്കൾക്ക്. സംസാരിക്കാൻ പോയി ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. വാപ്പ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് കൂടെ കയറി വരുന്നത് തന്നെ. വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന മക്കളും ഉണ്ട്. കാണാൻ തന്നെ വലിയ താല്പര്യമില്ല. എന്നോ തമ്മിൽ പരസ്പരം കണ്ട് മിണ്ടിയതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആയാൽ പിന്നെ എവിടുന്നാണ് മക്കള് സ്നേഹം ഉണ്ടാവുക? പാപ്പയോട് ഉമ്മയോടുള്ള വലിയ കമ്മിറ്റ്മെന്റും അടുപ്പവും ബന്ധവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ആ ബാപ്പയുടെ കൈ പിടിച്ചിട്ടൊന്ന് മുസാഫഹത്ത് ചെയ്യല്, ഒന്ന് ചുംബിക്കല്, അതെത്ര വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ എഴുതി വെച്ചു, പാപ്പാന്റെയും ഉമ്മാന്റെയും കൈ പിടിച്ച് നീ ചുംബിക്കൽ സുന്നത്താണ് എന്ന്. നമ്മൾ എത്ര പേര് ചെയ്യാറുണ്ട്?
എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കൈ പിടിച്ചൊന്ന് മുത്തിയ കാലം നമുക്ക് ഓർമ്മ ഉണ്ടോ? ഗൾഫ് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ ഓക്കെ അല്ലേ, അപ്പോഴൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. പോയി വന്നപ്പോ ഒന്നുണ്ടാകും. അല്ല, നമുക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ എപ്പോഴൊക്കെ വീട്ടിലേക്ക് കയറി വരുന്നോ അപ്പോഴെല്ലാം, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എപ്പോഴെല്ലാം കയറി വരുന്നു അപ്പോഴെല്ലാം ഒന്ന് സലാം പറയാൻ, അപ്പോഴെല്ലാം ഒന്ന് കൈ കൊടുക്കാൻ, കൈയെത്താൻ ദൂരത്തുണ്ടെങ്കിൽ വേഗം ഒന്ന് ചെന്നിട്ട് സലാം പറയാനും കൈ പിടിക്കാനുള്ള ഒരു മനസ്സും ആ ഒരു സ്നേഹബന്ധവും നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാഷാ അല്ലാഹ്, ഈ ബാപ്പയുടെയും ഉമ്മയുടെയും ഇടയില്, മക്കൾക്കിടയില്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് അനിർവചനീയമായ വലിയ സ്നേഹബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉറപ്പാണ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്ന് അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ ടൗണിൽ പോയ ഭർത്താവിനെ വിളിക്കും ഭാര്യ, ആദ്യം തന്നെ പറയും കാര്യങ്ങൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ ഒരു സലാം പറയാൻ ചിലപ്പോൾ കഴിയാറില്ല. ഭർത്താവ് വിളിക്കും വീട്ടിലേക്ക്, അപ്പോഴും സലാം പറയാൻ നമുക്ക് മനസ്സ് വരാറില്ല. ആരെങ്കിലും എൻ്റെ സദസ്സിലുണ്ടെങ്കിൽ ഇതൊന്ന് ശീലാക്കി നോക്കി, അള്ളാഹു താല ഇട്ട് തരും. മുത്തുനബി വെറുതെ പറയില്ലല്ലോ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹു പറഞ്ഞത് കൊടുത്തതല്ലേ പറയുള്ളൂ. അങ്ങനെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പരസ്പരം നിങ്ങൾ സ്നേഹമുണ്ടാകാൻ സലാമിനെ വ്യാപിപ്പിക്കുക. അഫ്ശുസ്സലാമ ബൈനക്കും. ഒരു നേരം ഒരു 15 മിനിറ്റെങ്കിലും ഒരു ദിവസം പരസ്പരം ഒന്ന് കൂടിയിരുന്നിട്ട് മിണ്ടാൻ കഴിഞ്ഞാൽ തന്നെ വലിയ അത്ഭുതങ്ങൾ നമ്മളെ കുടുംബത്തിലുണ്ടാവും. ഉറപ്പാണ്, വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവും. പാപ്പ നേരത്തെ എണീക്കും. എണീക്കുന്നത് തന്നെ ചിലപ്പോൾ ഫോണിലായിരിക്കാം, പിന്നെ തിരക്കിലാണ് അല്ലെങ്കിൽ ഉറക്കിലാണ്. ഭാര്യ അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്, അവരവിടുത്തെ തിരക്കിലാണ്. ഉറക്കൊക്കെ കഴിഞ്ഞ് നാസ്തക്ക് ഒന്ന് വിളിച്ച് ഇയാൾ കുളിച്ച് ഫ്രഷായി നാസ്ത കഴിക്കുമ്പോഴും ഫോണിലാണ്, കോളിങ്ങിലാണ്. തിരക്കതാ ഞാൻ ഇറങ്ങാനായി, ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റി ഇതാ വന്നു. തിരക്ക് പിടിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കലും മാറ്റലും ഓടലും, പിന്നല്ല വർത്താനമില്ല, വിളിയില്ല, ബന്ധുവില്ല. വൈകുന്നേരമോ രാത്രിയോ എപ്പോഴെങ്കിലുമൊക്കെ കയറി വരുന്നത് തന്നെ ഫോൺ കോളിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടാണ് കടന്നു വരുന്നത്. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോഴും കയ്യിൽ മൊബൈൽ ഫോണാണ്. ഉറങ്ങുമ്പോൾ അവസാനം രണ്ടുപേരും ഒരുമിച്ച് കിടന്നാൽ തന്നെ കിടക്കുന്നത് രണ്ടാൾ കയ്യിലും 2 ഫോണാണ്. അവര് സംസാരത്തിലാണ്, അല്ലെങ്കിൽ റീൽസിലാണ്, യൂട്യൂബിലാണ്. എന്തെന്നായാലും അതിന് ദിക്റിന്റെ മജ്‌ലിസായാലും വലിയ സന്തോഷമുള്ള മജ്‌ലിസായാലും എല്ലാ ദിക്റുകളെക്കാളും നിങ്ങളുടെ ഏറ്റവും വലിയ ദിക്റാണ് പരസ്പരമുള്ള സ്നേഹ സംസാരം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ച സംസാരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇൽമിയായ ചർച്ചയാണ്, ഇൽമ പറയുന്ന സദസ്സ്, വഅദ് പറയുന്ന സദസ്സ്, അതാകാം ഇശാഇന്റെ ശേഷം. മറ്റൊന്ന് മസ്ലഹത്തിന്റെ സദസ്സാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ രഞ്ജിപ്പിലേക്ക് എത്തിക്കാൻ സുലഹാക്കേണ്ട എന്തെങ്കിലും ചർച്ചകൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതും രാത്രിയാകണമെങ്കിൽ ആകാം. അത് നീട്ടിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട്. മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സംസാരമാണ്. അല്ലാത്ത ദുന്യാവിന്റെ സംസാരങ്ങളോ രസങ്ങളോ ഗാനമേളകളോ ആഘോഷങ്ങളോ അതൊന്നും ആയിട്ട് നേരം പുലരോളം കൊണ്ട് നടക്കേണ്ടതല്ല. ഇശാഇന്റെ ശേഷം അത് ഖൈറില്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, എത്ര വലിയ ഗൗരവമുള്ളതാണ്, എത്ര വലിയ പ്രയോറിറ്റി അള്ളാന്റെ ദീന് കൊടുത്തിട്ടെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു 15 മിനിറ്റ് ഒരു ഭാര്യയും ഭർത്താവും ഒരു ദിവസം ഒന്ന് നേരിൽ മുഖം നോക്കിയിട്ടൊന്ന് മിണ്ടാൻ സമയം കണ്ടെത്തിയാൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്തോഷം വലുതാണ്, വലിയ ആഴമാണ്. മക്കൾ കാണണില്ല വാപ്പയും ഉമ്മയും ഒന്ന് മിണ്ടണത്, മക്കൾക്ക് കാണാൻ കഴിയണില്ല വാപ്പയും ഉമ്മയൊന്ന് സ്നേഹിക്കുന്നത്. വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവർ കാണുന്നത് വെറും ചിലപ്പോൾ ശണ്ട കൂടുന്നത് മാത്രമാണ്. അവർ സംസാരത്തിന്റെ കടിപ്പം കൂട്ടിയിട്ടുള്ള വർത്താനങ്ങൾ മാത്രമാണ് അവർ കേൾക്കുന്നത്. ഇത് മാത്രം കേട്ട് വളരുന്ന ഒരു മകൻക്ക് എങ്ങനെയാണ് സ്നേഹം എന്താണെന്ന് തിരിയല്? എങ്ങനെയാണ് അവര് സ്നേഹം മനസ്സിലാക്കല്? എൻ്റെ വാപ്പ അങ്ങനെ തന്നെ എപ്പോഴും. ഇതാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇതാണ്. അവരിങ്ങനെ തന്നെ ജീവിക്കേണ്ടത്. ഒന്ന് കൽമ്പ അതിന് മറുപടി അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. ഇതല്ലാതെ നമ്മളൊന്നും കാണുന്നില്ല. അവർ റൂമിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹബന്ധങ്ങളോ സംസാരങ്ങളോ ഒന്നും ഇവര് കാണൂലല്ലോ. അവർ കാണുന്നത് പുറത്തുള്ള ഈ പ്രകടനം മാത്രമാണ്. അതുകൊണ്ടാണ് സ്നേഹം മക്കളെ മുമ്പിൽ നിന്നും വേണം. പാപ്പയും ഉമ്മയും മക്കളും ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കുടുംബത്തിൽ ഒരു ദിവസത്തിൽ ഒരു സമയമെങ്കിലും ഒന്ന് നിശ്ചയിക്കണം.
ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും, എല്ലാ നേരവും എന്നാണ് പറയണത്, പക്ഷേ കഴിയണില്ല പലർക്കും. എന്നാൽ ഒരു നേരമെങ്കിലും മക്കളെ കൂടെ ഒന്ന് ഇരിക്കാൻ, ഭാര്യയും ഭർത്താവും മക്കളും ഒന്ന് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ. നാട്ടിലേക്ക് വരുന്ന പ്രവാസി നാട്ടിലുണ്ടാകുമ്പോൾ അവർ ഒരുമിച്ചേ കഴിക്കൂ എന്നൊരു വാശി വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അവിടെ ഉണ്ടായിത്തീരുന്ന ഒരു ബന്ധമുണ്ട്. വലിയ അത്ഭുതങ്ങളാണ്, അതിലൂടെ റിസൾട്ടുകളാണ് ഉണ്ടായിത്തീരുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. പരിശുദ്ധമായ ഖുർആൻ ബന്ധങ്ങളെ, അതെ ഭാര്യ ഭർത്താവിനെ, ആ പദം അവിടെ ഖുർആനിന്റെ ഭാഷയോട് യോജിച്ചതെല്ലാം എന്നറിയാം. സൗജ് എന്നാണ് അള്ളാഹിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സൗജ് എന്നാൽ ഇണ എന്നാണല്ലോ അർത്ഥം. ഖുർആൻ അങ്ങനെയാണ് സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ സുന്ദരമായ ഒരു പദം വേറെ ഇല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ഒരു വസ്ത്രത്തെ പോലെയാണ്. വസ്ത്രത്തോടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇതിനെ ഉപമിച്ചിട്ടുള്ളത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒന്നാണ്, നമുക്കറിയാം. വല്ലാത്ത ബന്ധമാണ് വസ്ത്രവും ശരീരവും, അല്ലേ? അത്രമേൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒന്ന് വേറൊന്നുമില്ല. സൗബ് എന്നും വസ്ത്രത്തിന് പറയാറുണ്ട്. ലിബാസ് എന്നാണ് അല്ലാഹു തആല എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു തആല വസ്ത്രം, അടിവസ്ത്രം, ശരീരത്തോട് തൊട്ടിക്കിടക്കുന്ന തൊട്ടുരുമ്മിക്കിടക്കുന്ന വസ്ത്രത്തിനാണ് ലിബാസ് എന്ന് പറയുന്നത്. ആ വസ്ത്രം ശരീരത്തിന്റെ എല്ലാ രഹസ്യവും അറിയാം. ആ വസ്ത്രത്തിന് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അയ്ബും മറച്ചു വെക്കാൻ കഴിയും. ആ വസ്ത്രത്തിന് നമ്മളെ സൗന്ദര്യവൽക്കരിക്കാൻ കഴിയും. ഇതെല്ലാമായി തീരണം നിങ്ങൾ തമ്മിൽ എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആ വാചകം സൂചിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് ചുമ്മാ പറഞ്ഞതല്ല. ഒരു മനുഷ്യന്റെ അഴകായിരിക്കണം തൻ്റെ ഇണ, ഒരു സന്തോഷമായിരിക്കണം, അഭിമാനമായിരിക്കണം. നാലാളെ മുമ്പിൽ പറയാൻ, സന്തോഷത്തോടുകൂടെ നിവർന്നു നിൽക്കാൻ, എൻ്റെ ഭാര്യയാണത്, എൻ്റെ ഭർത്താവാണത് എന്ന് സന്തോഷത്തോടുകൂടെ പറയാൻ കഴിയണം. അതിന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സംസാരിക്കാൻ കഴിയണം. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഇണയായി, തുണയായി നമ്മൾ മാറാൻ കഴിയണം. അവിടെയാണ് സന്തോഷങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അല്ലാഹു തആല വെച്ചത് നോക്കി നിങ്ങൾ. ഞാൻ എൻ്റെ സംസാരം ചുരുക്കാൻ 15 മിനിറ്റും കൂടിയാണ്, 20 മിനിറ്റും കൂടിയാണ് എനിക്ക് അനുവദിച്ച സമയം. പ്രിയപ്പെട്ടവരെ, അത്രയും കൂടി സഹിച്ചാൽ മതി. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന വാക്ക് വളരെ ആഴത്തോടുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റം പറയുന്നൊരു സ്വഭാവം, അഭിമാനം കളങ്കപ്പെടുത്തുന്നൊരു സ്വഭാവം. ഭാര്യന്റെ വീട്ടിൽ പോയി ഭർത്താവിനെ കുറിച്ച് പറയുക, ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുക, മക്കളെ മുമ്പ് നിന്ന് ശകാരിക്കുക, അവളെ കുറ്റവും കുറവും മക്കളെ മുമ്പിൽ വിളിച്ചോതുക. എൻ്റെ അമ്മ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ സ്ഥാനത്ത് എന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കണമെങ്കിൽ ഞാൻ എവിടെയോ എത്തേണ്ടതായിരുന്നു, ഇയാളല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ വാപ്പ അല്ലാത്ത ഒരാളാണ് വന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ഡോക്ടറാകേണ്ട ആളാണ് എന്നൊക്കെ മക്കളോട് പറയുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെ വാപ്പാന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ മോനെ ഞാനൊക്കെ എവിടെയോ എത്തേണ്ടതാണ് എന്ന് മക്കളോട് പറയാ. എന്താണ് അതിലൂടെയൊക്കെ മെസ്സേജ് കൊടുക്കുന്നത്? എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഖനാഅത്ത് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അല്ലാഹു തആല നേരത്തെ കണക്കാക്കിയ ഒരു ബന്ധമുണ്ട്, അതിൽ നമ്മളെത്തും. അതിൽ സന്തോഷത്തോടുകൂടെ എങ്ങനെ അത് സൗന്ദര്യവൽക്കരിച്ച് റാഹത്തോടുകൂടെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ എന്നുള്ളതല്ലേ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പരം പരിഗണിക്കുക എന്നുള്ളത്. മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും പരിഗണിക്കുക. പലപ്പോഴും പ്രവാസിയായ മനുഷ്യന് വിഷമം നേരിടുന്നത് അവന്റെ പ്രവാസ ലോകം അവസാനിച്ച് വീട്ടിലെത്തുമ്പോഴാണ് ആ മനുഷ്യന് ഒന്നുമല്ലാതായി മാറുന്നത്, ശൂന്യനാകുന്നത്. അയാള് വെന്തുരുകിയിട്ട് കഷ്ടപ്പെട്ട് ഏറെ വിഷമിച്ച് അവിടുന്ന് സമയം എല്ലാം മാറ്റിവെച്ച് കുടുംബവും നാടും വീടും ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ച് ബഹർ കടന്നു പോയിട്ട് അധ്വാനിച്ച് കൊടുത്തയക്കുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പിന്നെ മക്കൾക്ക് വാപ്പയെ വേണ്ട, ഒരു കാര്യത്തിനും വാപ്പയോട് കൂടി ആലോചിക്കാറില്ല. അതെല്ലാം ഉമ്മയാണ് തീരുമാനിക്കാറുള്ളത്. ഉമ്മയും മക്കൾ ഒരു സെറ്റ്, ബാപ്പ വേറെയായി. ഇങ്ങനെ വിഷമിക്കുന്ന എത്ര വലിയ ആൾക്കാരുണ്ടെന്ന് അറിയങ്ങള്. നാട്ടിലും വീട്ടിലും, നാട്ടിലൊക്കെ വലിയ പേരാണ്, നല്ല കബൂലിയത്താണ്. വീട്ടിൽ ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല. അവിടെ വാപ്പാനെ ഉമ്മക്ക് വേണ്ട, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ട. ഇങ്ങനെ വിഷമിക്കുന്ന എത്രയോ മനസ്സുണ്ട്.
അറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പരിഗണന എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭാര്യയെ മാറ്റി നിർത്തരുത്, ഭർത്താവിനെ മാറ്റി നിർത്തരുത്, മക്കളെയും മാറ്റി നിർത്തരുത്. ഏത് വിഷയത്തിൽ അവരൊന്ന് ചേർത്ത് പിടിച്ചു നോക്ക് നിങ്ങള്, അവരെ കൂട്ടി പിടിച്ചു നോക്ക് നിങ്ങള്, അവരോടും കൂടി മുഷാവറ ചെയ്ത് നോക്ക് നിങ്ങള്. എന്തെങ്കിലും വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോ ഏതാ മക്കളെ, എവിടുന്നാ നമ്മള് സാധനം എടുക്കേണ്ടത്, ഏത് ഫുഡാണ് നമ്മൾ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞേ എന്ന് മക്കളോടും കൂടി. ചില വാപ്പാനെ കാണുന്നത് മക്കൾക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് ചെറുപ്പക്കാർ വന്ന് പറയണത് കൊണ്ടാണ്. വാപ്പാന്റെ ഒരു കടുകടുപ്പ് സ്വഭാവം എങ്ങനെ ഉസ്താദെ മുന്നോട്ട് പോകല്, നമ്മളെ ഒന്ന് തീരെ കൊള്ളുന്നേ ഇല്ല. നമ്മളിപ്പോഴും ചെറിയ കുഞ്ഞാണ്, എനിക്ക് 10-25 വയസ്സായി, എന്നിട്ടും എന്നോടൊരു അഭിപ്രായമോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുകയോ ഒരു പരിഗണനയോ നമുക്ക് ലഭിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ആ വാപ്പാന്റെ അടുക്കൽ പോകല്? നമ്മളൊരു തന്ത വൈപ്പായിട്ട് അവരെ ചിത്രീകരിക്കുകയാണ്, അല്ലെങ്കിൽ തള്ള വൈപ്പായിട്ട് ചിത്രീകരിക്കുകയാണ്. അവരെ ചേർത്ത് പിടിക്കണം. അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അവരോടുകൂടെ കളിക്കേണ്ട ഒരു പ്രായമുണ്ട്. അവരോടുകൂടെ കളിക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ സമയത്ത് നിങ്ങൾ കളിക്കണം. ആദ്യത്തെ 7 വയസ്സ് അവരെ കൂടെ കളിക്കേണ്ടതാണ്. പിന്നീടുള്ള 7 വയസ്സ് ടീനേജിലേക്ക് കടക്കുന്ന സമയമാണ്. ടീനേജിലേക്ക് കടക്കുന്ന സമയമാണ്. മക്കളെയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഭീതി. മക്കൾ നന്നായി കിട്ടലാണല്ലോ ഏറ്റവും വലിയൊരു ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഈ സമയം നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമാകുന്ന സമയം, കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തുള്ളുകയും അതെല്ലാം ചെയ്തു കൊടുക്കാൻ വലിയ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്ന സമയം. ടീനേജ് നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാന്റെ ഹബീബ് പറയാണ്, ആദ്യത്തെ 7 കഴിഞ്ഞ് രണ്ടാമത്തെ 7 ഉണ്ടല്ലോ, അത് 14 വയസ്സ് വരെയുള്ള സമയം. നല്ലോണം അദബ് കൊടുത്തോ, നല്ലോണം ദീന് കൊടുത്തോ, അള്ളാന്റെ ദീന് നല്ലോണം പരിഗണിപ്പിച്ചോ, നല്ല മനസ്സിൽ ആത്മീയമായ സ്പിരിച്വാലിറ്റി കയറ്റിക്കോ. എന്നാൽ നിങ്ങൾക്ക് വലിയ സന്തോഷം മക്കളിൽ നിന്നുണ്ടാകും. എല്ലാ സുഖസൗകര്യങ്ങളും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ദുനിയാവില് പലതും നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. സാമ്പത്തികമായ സൗകര്യങ്ങള്, നല്ല വീട്, നല്ല വാഹനങ്ങള്, നല്ല സുഖസൗകര്യങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട്. അതൊന്നുമല്ല മക്കളെ, അതൊന്നുമല്ല ഏറ്റവും വലിയ സന്തോഷം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനാണ് ഏറ്റവും വലുത്. എത്ര കോടി ചെലവഴിച്ചാലും ലഭിക്കാത്ത ഒന്നാണ് മനസ്സമാധാനം. അത് ഇന്ന ഷോപ്പിൽ പോയാൽ കിട്ടും എന്ന് ഇല്ലല്ലോ. അത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടല്? അത് ആത്മീയതയിലൂടെയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ആത്മീയമായ അന്തരീക്ഷത്തിലൂടെയാണ് നമുക്കത് നേടാൻ കഴിയുന്നത്. നിങ്ങളുടെ മക്കളെ പരിഗണിക്കേണ്ടടുത്ത് പരിഗണിക്കണം, അവർക്ക് കൊടുക്കേണ്ട വില കൊടുക്കണം. 14 വയസ്സെത്തുന്നത് വരെ പ്രത്യേകിച്ചും അവർക്ക് ആത്മീയമായ നല്ലൊരു അന്തരീക്ഷം വീട്ടിൽ നിന്നുണ്ടാകണം. വാപ്പയെ ഓർക്കാൻ ധാരാളം മക്കൾ കൊണ്ടാകണം. എൻ്റെ ഉമ്മ പടച്ചോനെ രാത്രി 3 മണിക്ക് 4 മണിക്ക് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കിടക്കപ്പായ മുസല്ലയിൽ ഇരുന്നിട്ട് കരയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മകൻ നമുക്കുണ്ടാകണം. അത് പറയാൻ വേണ്ടിയല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ഉമ്മയായി നമ്മൾ മാറണം. ഏറ്റവും പ്രധാനം നമ്മൾ ദുആയാണ്. മക്കൾ നന്നായി കിട്ടണം. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചുരിഞ്ഞെന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ആ മക്കൾ നന്നായി തീർന്നാൽ മാഷാ അല്ലാഹ് വളരെ സന്തോഷാണ്. അതിന്റെ പരാതിയാണ് ഇന്ന് എല്ലായിടത്തും. എല്ലാ കൗൺസിലിംഗ് സെന്ററിലും പോയി നോക്കൂ നിങ്ങൾ. എവിടെ ചെന്ന് പരാതിയായാലും മക്കളെ കാര്യം ബേജാറാണ്, മക്കളെ കാര്യത്തിൽ വിഷമിക്കുകയാണ്. ആവുന്നതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. എന്തെല്ലാമാണ് അവർക്ക് വാങ്ങിക്കൊടുത്തത്? ബൈക്ക് പറയുമ്പോ ബൈക്ക്, കാറ് വേണമെന്ന് പറഞ്ഞപ്പോ കാറ്, ഓരോരോ സമയത്തും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്, അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്ര കാലം ഗൾഫിൽ കിടന്നത് എന്ന് പറയുന്ന എത്ര വാപ്പമാരുണ്ട്. പക്ഷേ ഉപ്പമാരെ, അവർക്ക് വേണ്ടത് നിങ്ങളുടെ സമ്പത്തല്ല, അവർക്ക് വേണ്ടത് നിങ്ങളുടെ സമ്പത്തല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ശാരീരികമായി പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്, തിന്നാൻ കൊടുത്തിട്ടുണ്ട്, നല്ല മുഷ്ടിയുള്ള ശരീരം ഉണ്ടാക്കിയിട്ടുണ്ട്, പറയുമ്പോൾ പണയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറത്തേക്ക് വേണ്ട ഒന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിന് കൊടുക്കേണ്ട വലിയ ശക്തിയാണ്. അവരുമായുള്ള ആത്മീയമായ ബന്ധമാണ്, ടച്ചിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് തലോടാൻ പോലും, ഒന്ന് കേൾക്കാൻ പോലും ഇതിന് മനസ്സില്ലാത്ത സമയമില്ലാത്തൊരു ആളായി മാറി. നേരത്തെ പ്രിയപ്പെട്ട കയ്യൂങ്ക പറഞ്ഞതുപോലെ ഒന്ന് കേട്ടു കൊടുക്കാനുണ്ടല്ലോ. വാപ്പായുടെ മുമ്പിൽ പറയുന്നത്, ഉമ്മായോട് മുമ്പിൽ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്. എൻ്റെ ഉമ്മാനോട് എനിക്ക് എന്തും പറയാം, എൻ്റെ വാപ്പാനോട് എനിക്ക് എന്തും പറയാം എന്ന ഒരു മെന്റാലിറ്റി മക്കളെ മനസ്സിലുണ്ടായി തീരണം. അത് കഴിഞ്ഞാൽ 14 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപദേശിക്കാൻ നടക്കണ്ട.
14 കഴിഞ്ഞ് SSLC കഴിഞ്ഞിട്ട് ആകെ പിടുത്തം വിട്ടല്ല ഉസ്താദെ, ഇപ്പൊ കിട്ടണില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തൊന്നല്ല, ഓൻ രാവിലെ പോയാൽ രാത്രി 11 മണി 12 മണി 2 മണിക്കൊക്കെ കയറി വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഓൻ എവിടെല്ലോ കറങ്ങണം, എവിടെല്ലോ പോണ്, കയ്യിൽ ക്യാഷ് ഉണ്ട്, നിങ്ങളെ സമ്മതമുണ്ട്, ഇനി നിങ്ങൾ നോക്കുകയും വേണ്ട. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ഞാൻ പറഞ്ഞത് കേൾക്കണില്ല. ഓൻ ഉമ്മാന്റെ നേരെ ചാടുകയാണ്, പാപ്പാന്റെ നേരെ കയർത്ത് ചാടുകയാണ്. എന്തൊരു വിഷമാണ് ഉസ്താദെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഉമ്മമാരെ. അതുകൊണ്ട് ലാഇബു സബഅൻ വഅദ്ദിബു സബഅൻ, നല്ലോണം അച്ചടക്കം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോ, നല്ലോണം ദീന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോ. മദ്രസ സംവിധാനം അതെ 5, 6, 7 ഒക്കെ കഴിയുമ്പോഴേക്ക് അത്യാവശ്യമൊക്കെ എൻ്റെ മോള് എൻ്റെ മോനെ പഠിച്ചത് മതി, അത്യാവശ്യമൊക്കെ ഖുർആൻ ഓതാൻ അറിയില്ലേ, അതൊക്കെ മതിപ്പാ പോര് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും മാറിയിട്ട് നിങ്ങളെ മകൻ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വലിയ വലിയ ഭൗതികത നേടിയാലും ഇന്ന് ആ ഭൗതികതയുടെ പിന്നാലെ ആത്മീയമായ അറിവ് അവന്റെ പിന്നാലെ ഇല്ലെങ്കിൽ അവൻ നിരീശ്വരവാദിയാകുന്നത് വിദൂരമല്ല എന്ന് മനസ്സിലാക്കണം. ലിബറലിസം, ഫെമിനിസം, എല്ലാ ഇസങ്ങളും ഇന്ന് കിടന്ന് കളിക്കാണ്. കോളേജിലേക്ക് എത്തിച്ചേരുന്ന ഓരോരോ വാർത്തകള് അവരെ പഠിപ്പിക്കുന്നത്, അവരതിനെ തരണം ചെയ്യാൻ അവർക്ക് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ജന്നത്തുൽ ഫിർദൗസോ അങ്ങനെ കണ്ടപ്പാ ആര് പറഞ്ഞു ജന്നാത്തുൽ ഫിർദൗസൊക്കെ ഉണ്ടെന്ന്? മരിച്ചു പോയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്നോ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, അവിടെ ഒഴുകുന്ന പുഴയുണ്ട്? ആര് പറഞ്ഞു? അതൊക്കെ ബടായി തള്ളിവിടാണ് എന്ന് ആരോ എന്ന് കൊട്ടുമ്പോഴേക്ക് ശരിയെന്നല്ലപ്പ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അവൻക്ക് ആത്മീയമായ വിദ്യാഭ്യാസമില്ല, അവൻക്ക് അറിവില്ല, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല, അവന്റെ ഈമാൻ ഉറച്ചിട്ടില്ല. ഒന്ന് ഇളക്കിയാൽ ആടുന്ന ഈമാനെ അവൻകൊള്ളൂ. അങ്ങനെയായി മാറിയാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് എവിടെയാ വിജയിക്കാൻ കഴിയല്? എവിടുന്നാ നമ്മൾ രക്ഷപ്പെടല്? അവരെ കൊണ്ട് നാളെ ഖബറിൽ കിടക്കും എങ്ങനെയാ ഒരു സന്തോഷം വരല്? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, നാളെ കിടക്കുമ്പോ നിന്റെ ഖബറിലേക്ക് തുണയായി വരുന്ന 3 അമല്. ഒന്ന് നീ പഠിച്ച അറിവാണ്, നീ ചെയ്ത അമലാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളാണ്. ഇങ്ങനെയുള്ള മക്കൾ എങ്ങനെയാ നിന്നെ ഓർക്കല്? എങ്ങനെയാ നിന്നെ ദുആ ചെയ്യല്? എപ്പോഴാ മയ്യത്തെടുക്കല്? തിടുക്കം കാട്ടി കൊണ്ടുപോയി വെക്കും എന്നല്ലാതെ പിന്നെ ഒന്നും നിനക്ക് വേണ്ടി ചെയ്യില്ല. നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിന്റെ ഖബറിൽ വരാൻ, സ്നേഹത്തോടുകൂടെ എൻ്റെ ഉമ്മയാണ് എന്നെ ആക്കിയത് എന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഉമ്മയായി, ഒരു വാപ്പയായി നമ്മൾ മാറണം. അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. 14 വയസ്സുവരെ നല്ലോണം ശ്രദ്ധ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പലതും ഇന്ന് ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിലേക്ക് എത്തിച്ചേരുന്നത് അവരുടേതല്ലാത്ത ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ലഹരിയിലേക്ക് അവർ ചെന്ന് ചാടുന്നത് അവർ ഒരിക്കലും വിചാരിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ഉപദേശിക്കണ്ട, അവരെ ഒരുപാട് ചീത്ത പറയണ്ട, അവർക്ക് നേരായ വഴി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ മുഴുവൻ ഇരുട്ടായാൽ ഒരു വിളക്ക് ഇവിടെ കത്തിച്ചാൽ മതി എന്നതുപോലെ ആ വിളക്ക് വെളിച്ചം വീശും പോലെ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു റൂട്ട് കാണിച്ചു കൊടുക്കുക. വീട്ടിൽ നിസ്കാരം നിലനിർത്തുന്ന വീടാവുക. നിസ്കാരം ഖളാക്കിയിട്ട് നമ്മുടെ വീടുകൾ ഉണ്ടാകരുത്. സുബഹിക്ക് എണീക്കാത്ത വീട്ടില് ഒരിക്കലും നല്ല മക്കൾ പിറക്കൂല. നിസ്കാരം ഖളാക്കിയിട്ട് നഷ്ടപ്പെടുത്തുന്ന യാത്രകള്, ആ യാത്രകൾ കണ്ടു വളരുന്ന മക്കൾ എങ്ങനെയാണ് ദീനിനെ അവിടെ പഠിക്കല്? നല്ല ഖുർആനോത്തുള്ള വീട്, ഹദ്ദാദ് റാത്തീബുള്ള വീട്, ആത്മീയമായ അന്തരീക്ഷമുള്ള വീട്, ആ വീട്ടിൽ നിന്ന് സന്തോഷം ഉണ്ടാകും. മുത്തുനബി പഠിപ്പിച്ച നല്ല സന്ദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസും കൂടി ഞാൻ ബറക്കത്തിന് ചേർത്തി വെക്കുകയാണ്. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ, ഒരു മനുഷ്യൻ അള്ളാഹു വലിയ കരുണ ചെയ്യട്ടെ, അവനിൽ അള്ളാഹു തആല വലിയ കാരുണ്യം ചൊരിയട്ടെ. രാത്രി അവൻ എണീക്കുകയാണ്, ഫസല്ല, അവൻ നിസ്കരിക്കുകയാണ്. വഅയ്ഖള ഇംറഅതഹു ഫസല്ലത്ത്, അവൻ ഒറ്റക്കല്ല, അവൻ അവന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. രാത്രി സമയം, അത്താഴ സമയം, തഹജ്ജുദിന് വേണ്ടിയുള്ള ഉണർത്തലിനെ പറ്റിയാണ് മുത്തുനബി ഇത് പറയുന്നത്. ഫഇൻ അബത് നളഹ ഫി വജ്ഹിഹൽ മാ, അവളെങ്ങാനും അതിന് തടസ്സം നിന്നാൽ, ഉറക്കച്ചടപ്പ് അഭിനയിച്ചാൽ അല്ലെങ്കിൽ കാണിച്ചാൽ, അവൻ മുഖത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് അവൾ ആവേശത്തിലാക്കി വിളിച്ചുണർത്തി നിർബന്ധിച്ച് നിസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരനുള്ള വീട്, ഒരു ഭർത്താവുള്ള വീട്, മാഷാ അല്ലാഹ്. അല്ലെങ്കിൽ തിരിച്ച് വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത്ത്, ഒരു പെണ്ണാണ് നിസ്കരിക്കാരുത്തി, നല്ല നിസ്കാരമുള്ള പെണ്ണാണ്. ആ പെണ്ണ് എണീക്കുകയും ഭർത്താവിനെ വിളിച്ചുണർത്തുകയും അങ്ങനെ അവനെ നിസ്കരിപ്പിക്കുകയും ചെയ്യുന്നു.
വഅയ്ഖലത് സൗജഹാ ഫസല്ല ഫഇൻ അബാന വഹത് ഫീ വജ്ഹിഹിൽ മാ. ഇങ്ങനെയുള്ള രണ്ട് ദമ്പതികളിൽ അല്ലാഹു വലിയ കരുണ ചെയ്യും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർത്തുകയാണ്, എന്നോട് ഈ കഴിഞ്ഞ റമദാനിൽ ഒരാൾ വന്ന് പറഞ്ഞത്, ഉസ്താദേ ഞാൻ പച്ചയായി റമദാനിന്റെ പകലിൽ നല്ലോണം അറബികളെ കൂടെ കൂടിയിട്ട് ആടിന്റെ മന്തിയും തലയും കഴിച്ചിന മനുഷ്യനാ. മുതുമൻ ആട് റമദാനിന്റെ പകലില് ഒരു കൂസലും ഇല്ലാതെ കഴിച്ചവനാണ് എന്നെ ഞാനാക്കിയത്, ഞാനൊരു നിസ്കാരക്കാരനായത് എൻ്റെ ഭാര്യയാണ് അതിനൊക്കെ കാരണക്കാരി എന്നാണ്. അയാളുടെ മക്കൾ അൽഹംദുലില്ലാ ഇന്ന് ദീനി സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. പെൺമക്കൾ നല്ല ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാത്തിനും ആ കുടുംബത്തിന് വലിയ വിളക്കായി മാറിയത് ആ ഒരൊറ്റ പെണ്ണാണ്. സമ്പത്തിനൊന്നും കുറവില്ല, ദീനുണ്ടായി എന്നുള്ളത് കൊണ്ട് മാഷാ അല്ലാഹ് ആ കുടുംബത്തിന്റെ എല്ലാ അന്തസ്സും യശസ്സും ഇയാളുടെ സമ്പത്ത് ദീനിന് വേണ്ടി മാറ്റിവെക്കാനും പള്ളിയുടെ മേൽ സ്ഥാനത്തേക്ക് ഇയാൾ എത്തിച്ചേരാനും ഒക്കെ കാരണമായി. വലിയ ഖിദ്മത്തിന് അവസരം കിട്ടി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വലിയ ഒരു കാഴ്ച, വലിയൊരു കഥയാണ്. നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ റോൾ മോഡലാണ്. അതുകൊണ്ട് മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു വാപ്പയായി ഉമ്മയായി നമ്മൾ മാറുക. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് നമ്മളെ മക്കൾ കാണണം. നമ്മളെ വാപ്പയെ, നമ്മളെ ഉമ്മയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അവരെ കൊണ്ട് നടക്കുന്നത്, അവരെ പരിചരിക്കുന്നത്, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. അപ്പോഴാണ് അവർക്കും പഠിക്കുള്ളൂ. നമ്മുടെ വാപ്പയും ഉമ്മയെയും പരിഗണിക്കാതെ തള്ളിപ്പറയുന്ന വാക്കാണെങ്കിൽ, ദേഷ്യം പിടിക്കുന്ന സ്വഭാവമാണെങ്കിൽ ഇതേ അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കൈമലർത്തി ദുആ ചെയ്യുക. ദുആ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആയുധം. ഏറ്റവും ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ദുആ തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ദുആഇന്റെ പ്രാധാന്യം പല സമയങ്ങളിലായി നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. ഖുർആൻ പഠിപ്പിച്ചൊരു ദുആഉം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എല്ലാവരും പഠിച്ചു വെക്കേണ്ട ദുആയാണ്. എല്ലാവരും ദുആ ചെയ്യുകയും വേണം. ഈ ദുആ ദിവസവും ഒരു തവണയെങ്കിലും ദുആ ചെയ്യണം. വളരെ അർത്ഥവത്തായ ദുആ. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ വലിയ ആൾക്കാരുടെ മക്കള് നശിച്ചു പോയിട്ടുണ്ട്, മോശമായി പോയിട്ടുണ്ട്. വലിയ കാര്യമാക്കാതെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹു അവരെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ റബ്ബിന്റെ തീരുമാനം. നമ്മ റബ്ബിലേക്ക് സമർപ്പിക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മക്കളെ കാര്യം അത് നമ്മുടെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാലാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് ദുആയല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളെ മക്കളിൽ നിന്ന്, ഞങ്ങളെ ഇണകളിൽ നിന്ന്, ഖുർറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണേ റബ്ബേ. കണ്ണിന് കുളിർമ ഉണ്ടാക്കാത്ത, കണ്ണിലെ കരടാകുന്ന ഒരാളെയും ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞ് കൈമലർത്ത്. നിന്റെ ദുആ കണ്ട് വളരും മക്കളെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു റോൾ മോഡലാക്കി നീ വെക്കണേ റബ്ബേ. എൻ്റെ വാപ്പാനെ പോലെ ഞാൻ ആയാ മതിയേനി എന്ന് മക്കൾക്ക് ചിന്തിക്കാൻ കഴിയണം. എൻ്റെ ഉമ്മാനെ പോലെ ഞാൻ ആയാ മതിയായിരുന്നു എന്ന് എൻ്റെ മോൾക്ക് ചിന്തിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വാപ്പയും ഉമ്മയും പറയണം, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുകയെന്ന്. വാപ്പയെ കണ്ട് പഠിക്കടാ എന്ന് പറയാൻ പറ്റുന്നൊരു വാപ്പയായി നമ്മൾ മാറിയോ ഇല്ലേ എന്ന് ഒന്ന് വിലയിരുത്തുക ഈ സദസ്സിൽ വെച്ചിട്ട്. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചോനെ, മുത്തഖീങ്ങൾക്ക് നല്ലവർക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ റോൾ മോഡലായി എന്നെ മാറ്റണേ എന്ന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. നമ്മൾ സിഗരറ്റ് വലിക്കുക, മക്കളോട് പറയാടാ സിഗരറ്റ് വലിക്കാൻ പാടില്ല കേട്ടോ എന്ന്. എങ്ങനെ ഉണ്ടാകും? ഇന്ന് സിഗരറ്റ്, നിങ്ങൾ വലിക്കുന്ന സിഗരറ്റ് അല്ല കുട്ടികൾ വലിക്കുക. ആദ്യം സിഗരറ്റ് അയക്കാരം, പിന്നീട് അതിൻ്റെ ഉള്ളിൽ നിറക്കുന്നത് പല പല കണ്ടന്റുമാണ്. പിന്നെ അവൻക്കത് കിട്ടാതെ നടക്കാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജമാഅത്തിന് പള്ളിയിൽ പോടാ എന്ന്, പള്ളിയിൽ പോകണട്ടോ, നേരത്തെ എത്തണട്ടോ, ജുമാഅക്ക് നിസ്കാരത്തിനൊക്കെ അവിടെ കാണണട്ടോ, പള്ളിയിൽ സജീവാകണട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ വാപ്പയും പള്ളിയിൽ വരുന്ന ആളാകണം എന്നുള്ളത് ഉറപ്പല്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കത് പറയാനുള്ള ഒരു അർഹതയും അവകാശവും അതിനുള്ള എല്ലാവിധ ക്വാളിഫിക്കേഷനും നമ്മൾ നേടിയെടുക്കണം. അതിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ മാഷാ അല്ലാഹ് അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും. നമ്മുടെ മക്കളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ജ്യേഷ്ഠനും മനുഷ്യനും കുടുംബവും അതൊക്കെ ഒരു വലിയ ആത്മീയമായ അന്തരീക്ഷത്തിലാണെങ്കിൽ എന്ത് വലിയ സന്തോഷമായിരിക്കും. എനിക്കറിയുന്ന ഒരു പല കുടുംബ ബന്ധങ്ങളുണ്ട് മാഷാ അല്ലാഹ്.
അവരുടെ വീട്ടിലെ മുഴുവൻ മെമ്പേഴ്സും 5 വഖത്തിനും പള്ളിയിൽ കാണുന്ന സഹോദരങ്ങള്, എന്തൊരു ആത്മീയമായ സന്തോഷാണ്. അവരുടെ മക്കൾ പിന്നെ അതിനെ തുടർന്ന് വരികയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു റോൾ മോഡലായി നമുക്ക് അവരെ കാണിക്കാൻ കഴിയണം. അതിനെ പറ്റുന്ന എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണം. അതിന് ഒന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തലാണ് നല്ലത്. ഏറ്റവും നല്ല റെമഡി അതാണ്. ഹുബ്ബ് നബിയിക്കും അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, മക്കൾ നന്നാകാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മക്കൾക്ക് നല്ലോണം മുത്തുനബിയെ പരിചയപ്പെടുത്തി കൊടുക്ക്. ഇന്ന് ഗെയിമിന്റെയും റീൽസിന്റെയും സിനിമയുടെയും സീരിയലിന്റെയും പിന്നാലെ മക്കൾ വല്ലാതെ അങ്ങ് കെട്ടിപ്പിണഞ്ഞു പോയിട്ടുണ്ട്. അതെന്നെ കയ്യിൽ എപ്പോഴും ഉള്ളത്. അവർക്ക് നല്ലൊരു സന്ദേശമില്ല. ഗെയിം കളിച്ചോ, ഗെയിം കളിക്കുമ്പോൾ അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്ന ഗെയിമുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്തോ. കളിക്കണ്ട എന്ന് പിടിച്ചു മാറ്റുമ്പോൾ അതിനേക്കാൾ നല്ലത് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് നിർമ്മാണം, അല്ലാതെ ഒരാളെ തോക്ക് വെച്ചിട്ട് കൊല്ലുക, അവിടുന്ന് ആ ബൈക്ക് മോഷ്ടിച്ചിട്ട് പോയിട്ട് കാറിനെ വെടിവെക്കുക, അവിടുന്ന് കാട് മോഷ്ടിച്ചിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ പറക്കുക. ഇങ്ങനത്തെ ഗെയിമുകൾ കുട്ടികൾ കളിച്ചാൽ എന്താണ് അവരെ മൈൻഡിലേക്ക് കയറുന്നത്? അതുകൊണ്ടല്ലാത്ത നല്ല നല്ല നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി വികസിക്കാനാകുന്നതുമായ ഗെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയം നിശ്ചയിച്ച് എപ്പോഴെങ്കിലുമൊക്കെ കളിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല. നല്ല നല്ല ഭാഷകൾ ഡെവലപ്പാകാൻ പറ്റുന്ന, സംസാരം മലയാളത്തിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും ഭാഷയിലുള്ളത് സെലക്ട് ചെയ്തതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഭാഷകളിൽ ഇംഗ്ലീഷിലോ അറബിയിലോ ഒക്കെ ഉണ്ടായി തീരാനും കഴിയും. മൊബൈൽ ഫോണിൽ എന്നെ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് ഇത്തരം സമയമാണ് ഫോൺ ചെലവഴിക്കാനുള്ളത്, ഇത്ര നേരമാണ് എനിക്ക് ഫോൺ ഒരു ദിവസം ഉപയോഗിക്കാൻ തരുള്ളൂ, അത് ഇന്നതൊക്കെയാണ് നീ കാണേണ്ടത് എന്ന ഒരു ചാർട്ടും ഒരു നിയമവും വീട്ടിലുണ്ടാകട്ടെ. അത് കഴിഞ്ഞാലും രാത്രി മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള കളിക്ക് സമ്മതിക്കൂല. 10 മണിക്ക് റൂമിൽ കയറി ഒറ്റയ്ക്കിരിക്കുക, പിന്നെ നേരം വെളുക്കോളം ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും ആകുക. ഈ തോന്നിവാസത്തിന് വഴിവെച്ചു കൊടുക്കൂല എന്ന് വാപ്പയും ഉമ്മയും തീരുമാനിക്കുക. മൊബൈൽ ഫോണിന്റെ ദുരൂഹതയും അതിന്റെ അപകടങ്ങളും മുസീബത്തും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കുടുംബ ബന്ധങ്ങളാണ് പ്രിയപ്പെട്ടവരെ ശിഥിലമായത്, ഇല്ലാതായി പോയത്, പാപ്പയെ വിട്ട് ഉമ്മയെ വിട്ടിട്ട് തോന്നിയോണ്ട കൂടെ ഇറങ്ങിപ്പോയത് ഒക്കെ കുടുംബത്തിന് വലിയ ചീത്തപ്പേരുണ്ടാകുന്ന കാര്യല്ലേ, നാണക്കേടുണ്ടാക്കുന്ന കാര്യല്ലേ. അതിനും വലിയ വിലക്കും നല്ല ഒരു ശ്രദ്ധയും വേണം. മക്കൾ ഒറ്റക്കിരിക്കുന്നത്, ഒരു ടെൻഷനോടെ ഇരിക്കുന്നത്, ദേഷ്യം കാണിക്കുന്നത്, മൊബൈൽ ഫോണുമായോ മറ്റോ റൂം അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ മക്കളിൽ നിങ്ങൾ അനുഭവപ്പെട്ടാൽ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ അവനെ ശ്രദ്ധിക്കണം. ഇന്ന് ഏത് വീടുകളിലേക്കും എല്ലാ പഞ്ചായത്തിലേക്കും എന്ന തോതില് നമ്മളെ പിടിച്ചു മുറുക്കുന്ന ലഹരി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളുള്ളത്. അവരുടെ കൽബിൽ അള്ളാഹുവിനോട് അവന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഉണ്ടാക്കി തീർക്കുന്ന ക്ലാസ്സുകള്, ഇടക്കിടക്ക് മോട്ടിവേഷനുകള്, അവർക്ക് വഅളുകള്, നല്ല നല്ല സദസ്സുകള്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി കൊടുക്കുക. അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുബ്ബി അഹ്ലി ബൈതിഹി. രണ്ടാമത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരോടുള്ള സ്നേഹം നല്ലോണം പഠിപ്പിക്കുക. നല്ലോണം അവരുടെ കൽവിൽ മുത്തുനബിയോടും അവിടുത്തെ ആധാറുകളോടും അവിടുത്തെ കുടുംബത്തോടും സ്നേഹമുണ്ടാകുന്ന വാർത്തകൾ നല്ലോണം പഠിപ്പിക്കുക. ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകൾ പറഞ്ഞു കൊടുക്കുക. നല്ല മഹാന്മാരെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഉമ്മാക്കറിയണം, വാപ്പാക്കറിയണം. അപ്പൊ കുറച്ച് കഥകളൊക്കെ പഠിച്ചു വെച്ച് മക്കളെ കൂടെ ഇരുന്ന് കളിക്കാനും അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. മക്കൾ വലുതാകും, നന്നാകും, തീർച്ചയാണ്. പ്രിയപ്പെട്ടതോടുകൂടെ വഖിറാഅത്തുൽ ഖുർആൻ, മക്കൾക്ക് നല്ലോണം ഖുർആൻ പഠിപ്പിക്കുക, നല്ലോണം ദീന് പഠിപ്പിക്കുക. അല്ലാതെ മക്കൾ നന്നായി തീരാൻ നിങ്ങൾ അമരണം വരെ വേർപ്പൊഴുകി കഷ്ടപ്പെടാൻ ഇല്ല. കുറെ കൊല്ലായല്ലോ, 30 കൊല്ലായില്ലേ ഗൾഫില്, ഇനിയും നിങ്ങൾക്ക് അധ്വാനിച്ച് നിർത്താനായിട്ടില്ലേ? ഇല്ല, ഒരു മോനും കൂടി ഉണ്ട് കല്യാണം കഴിക്കാൻ. അതിനെന്താ നിങ്ങൾക്ക് ഒരു മോനും കൂടി കല്യാണം കഴിക്കാണ്ട് ഇനിയെന്താ? ആ ഓനക്കുള്ള മഹറിനുള്ളതൊക്കെ ഒന്ന് കാണണ്ടേ? ഈ മഹറിനുള്ളത് ആരാ കാണേണ്ടത്? പാപ്പയോ? ഒരു വലിയ ബാധ്യതയായി വെക്കാണ്, വലിയ ബാധ്യത. എന്നാലും വാപ്പാണ് ചോദിച്ചപ്പോ പറയാണ്, മകന്റെ മഹർ കൊടുത്തതിന്റെ കടം കൂടി വീടാനുണ്ട്, എന്നിട്ടാക്കാം നാട്ടിലേക്ക് പിടിക്കലേന്ന്. അപ്പൊ എത്രയും മഹർ കൊടുത്തത്? 10 പവനാണ്. 10 പവൻ മഹർ കൊടുത്തതിന്റെ കടം വീട്ടാൻ സാധു ഇനിയും നിൽക്കാണ് ഗൾഫിൽ. അത്രേ മകന്റെ കല്യാണം കഴിപ്പിക്കണം. സംഗതിക്ക് ശരിയാണ്. മഹർ കണ്ടെത്തേണ്ടത് ആരാണ്? പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടിയോണ്ട് പറയാണ്, ചില നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചെയ്യാൻ നേരത്ത് പുതിയാപ്പിളിനോട് ചോദിക്കും, എത്ര മോനെ മഹർ? മഹർ പാപ്പ, അപ്പൊ വാപ്പാനെ തെരയുണ്ടാവും, എത്രയും മഹർ? ഈ മഹർ പറയാനോ പാപ്പ ഉള്ളത്? ഈ ചെങ്ങായി പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഇവനക്കൊരു മഹർ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല.
കല്യാണം കഴിപ്പിക്കുന്ന പെണ്ണിന് 10 പവന് സ്വർണം കൊടുക്കണം, മഹർ കൊടുക്കണം എന്നൊന്നുമില്ല. മഹർ 10 പവൻ കൊടുക്കണമെന്നില്ല. ഇവൻ അധ്വാനിച്ചിട്ടുണ്ടാക്കാൻ വാപ്പ പരിശീലിപ്പിച്ചിട്ടില്ല, ശീലിപ്പിച്ചിട്ടില്ല. ഒരു സ്വന്തമായി അനക്ക് പോറ്റാൻ കഴിയും, അധ്വാനിക്കാൻ കഴിയും. ഒരു ഭാര്യയെ, ഒരു പെണ്ണിന് അവന്റെ വസ്ത്രം, അവരുടെ ചെലവ്, അവരുടെ പാർപ്പിട ഇതൊക്കെ നോക്കി നടത്താനുള്ള ഒരു കഴിവുണ്ടോ എന്നാ കല്യാണം കഴിച്ചോന്നാണ്. ഒരു മഹർ ഉണ്ടാക്കാൻ പോലും ഈ സാധുവിന് കഴിഞ്ഞിട്ടില്ല. നിക്കാഹിന്റെ സദസ്സിന്റെ മുമ്പ് എന്നാ ഒന്ന് മുഷാവറ ചെയ്തൂടെ, പാപ്പാനും മക്കളൊന്ന് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ കൊടുക്കട്ടോ, ഇതൊക്കെയാണ് അവളെ തീരുമാനട്ടോ എന്നൊക്കെ പറഞ്ഞതൊരു ഒരു ഒത്തൊരുമയിലെത്തുക. നിക്കാഹിന്റെ സദസ്സ് ചോദിക്കുമ്പോ സാധുവിന് അറിയില്ല, അത്ര പോലും ഇതിനെ ഇടങ്ങേറാക്കിയിട്ടില്ല. ഓന്റെ ശ്രദ്ധ മുഴുവനും എങ്ങനെ കോട്ടടിക്കണം, ഏത് ഷൂ എടുക്കണം, എവിടേക്ക് കറങ്ങണം, ഏത് വാഹനം വേണം, ആരൊക്കെയാണ് ഫ്രണ്ട്സിനെ കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെയാണ് അറിയുള്ളൂ. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ അവനക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് കുടുംബജീവിതത്തിന്റെ സന്തോഷം നിലനിർത്തേണ്ടതെന്ന് അറിയണം. ഈ സാധു ആ 10 പവൻ കടം വീട്ടാൻ വേണ്ടി പിന്നെ അധ്വാനിക്കാൻ, പെൺമക്കളതും കഴിഞ്ഞ് ആൺമക്കളതും കഴിഞ്ഞ് എല്ലാരെ കല്യാണം കഴിഞ്ഞ് വീടും കൂടിയായി, എല്ലാവർക്കും വാഹനമായി സെറ്റായി, ഇനി പേരക്കുട്ടിയേക്കും കൂടി ആവണം, എന്നാലും കുറച്ചും കൂടി നിൽക്കാം എന്നും പറഞ്ഞ ആ സാധുവിന്റെ ജീവിതം കളയാണ്. പിന്നെ വീട്ടിലെത്തുമ്പോ കരുവേപ്പില പോലെ ഒന്നുമല്ലാത്തൊരു വിലയില്ലാത്തൊരു മനുഷ്യനായി മാറുന്നൊരു സാഹചര്യം. ഉമ്മമാരെ, നമ്മളും കൂടി ആ പാവത്തിനെ പരിഗണിക്കണം. ഭർത്താവ് ഇങ്ങനെ പേറി എല്ലാം സഹിച്ച് എത്ര കിട്ടിയാലും മതിയാകാത്തൊരു സാഹചര്യം, വലുതന്നെ കൊപ്പം തന്നെ കൊത്തിയിട്ട് അതെന്നെ വേണം മറ്റുള്ളവരെ പോലെ തന്നെ എന്ന ഒരു ചിന്തയും അവരോടുള്ള ആവശ്യപ്പെടലും ഒന്നൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ചുരുക്കി കുടുംബത്തിൽ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടുകൂടെ ആരെയും തോൽപ്പിക്കാനല്ലാതെ ഉള്ളത് റാഹത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ ചെറിയ ജീവിതത്തിൽ ജീവിച്ച് സന്തോഷത്തോടുകൂടെ പിരിയാൻ കഴിയണം. ബന്ധങ്ങൾ എന്നും ഊഷ്മളമാകണം, പിണക്കങ്ങൾ മാറ്റി നിർത്തണം. പല പ്രശ്നങ്ങളും ദുന്യാവല്ലേ സമ്പത്തിന്റെ പേരിലോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് കടന്നു വരും. പ്രത്യേകിച്ച് സമ്പത്തുള്ളവരുടെ വിഷയത്തിൽ അധികവും കാണൽ വില്ലനായി വരല്, പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് കൊണ്ടുവരുന്ന ഒരു മാധ്യമം അത് സമ്പത്താണ്. ചിലപ്പോൾ സമ്പത്ത് സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്ത് ഈ കാര്യം അവർക്ക് അധികം 5 സെന്റ് കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഓളെ കെട്ടിക്കുമ്പോൾ അത്ര കൊടുത്തില്ലേ, പിന്നെന്തേ ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളുടെയും പേരിലായിരിക്കും ബന്ധങ്ങൾ പിശാച് ഇളക്കല്. ഒരു ദിവസം അതിൽ മീറ്റിങ്ങിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവല് ഇബ്ലീസിന്റെ മീറ്റിങ്ങിൽ, ഞങ്ങൾ ഇന്നൊരു കുടുംബത്തെ കലക്കി എന്നാണ്. കുടുംബം കലക്കിയോ, അനക്ക് വലിയ ഷാളൻ അണിയിപ്പിക്കും എന്ന് പറഞ്ഞ് വലിയ പ്രയോറിറ്റി അവർക്കിടയിൽ കിട്ടുന്നത് കുടുംബത്തെ തെറ്റിച്ചവർക്കാണ്. നമ്മളെ കുടുംബ ബന്ധം ഇളക്കാനോ കലക്കാനോ ഒരു പിശാചിനും വഴി ഒരുക്കി കൊടുക്കരുത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് എല്ലാം വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു കൊടുത്ത് നല്ല സൗഹൃദങ്ങളിലായി ബന്ധങ്ങളിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. എല്ലാ നിലക്കും ഇൽഫത്തിലും മഹബത്തിലും നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകണം. ഇത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാവുന്ന ബന്ധങ്ങളാണ്. എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഇണയാണ്, എൻ്റെ മക്കള്, അത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നാളെ സ്വർഗത്തിന്റെ ഉല്ലാസത്തില് നല്ല ചാരികസേരയിൽ തണൽ മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ കുടുംബ ബന്ധമായി ഞങ്ങളെ ബന്ധം മാറും. എൻ്റെ കുടുംബവും വീടും അതിനെപ്പറ്റി ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരും എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സ്വീകരിക്കണേ റഹ്മാനെ. ഈ അധ്വാനിച്ചത് ഇതിവിടെ ഒരുമിച്ച് കൂട്ടിയത് റബ്ബെ, വേങ്ങച്ചേരി കുടുംബങ്ങള്, ഇതിൻ്റെ നേതാക്കന്മാര്, ഉമറാക്കള്, പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച ചെറുപ്പക്കാര്, റബ്ബെ സർവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ ബന്ധങ്ങള് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ബന്ധങ്ങളാക്കണേ തമ്പുരാനെ. യാ റബ്ബന യാ അല്ലാ, ഞങ്ങളിൽ രോഗികളുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കള് റബ്ബെ, അവരോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. അള്ളാഹുവേ, ഞങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും മോശമായി ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലരും മരണപ്പെട്ടു പോയി അല്ലാ, അവർക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കള് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അവരെ ഗുരുത്വവും പൊരുത്തവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ അവരുടെയൊക്കെ സ്വഭാവം നീ നന്നാക്കണേ റബ്ബേ. ഹുസ്നുൽ ഖുൽഖ് കൊണ്ട് ഞങ്ങളെ ധന്യമാക്കണേ അല്ലാ. ഈമാനുള്ള കുടുംബമായി സ്നേഹബന്ധത്തോടെ ഇൽഫത്തോടെ മഹബത്തോടെ മവദ്ദത്തോടു കൂടെയുള്ള ഒരുമയുള്ള ഒരു തണൽ മരമായി ഞങ്ങളെ ബന്ധങ്ങളെ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അസ്വാജിൻ്റെയും ഒക്കെ ഇടയിലുള്ള സ്നേഹബന്ധം റോൾ മോഡൽ
മുതലാക്കി റബ്ബെ ഞങ്ങളെ കുടുംബ ബന്ധത്തിലും കൊണ്ടുവന്ന് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. നാളെ സ്വർഗീയ ലോകത്തൊരുമിക്കാൻ മക്കൾ കാരണം സന്തോഷിച്ച് സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വേദിയിൽ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗമായ വേങ്ങച്ചേരി മുഹമ്മദ് ഹാജി കുടുംബ സംഗമത്തിൻ്റെ സ്നേഹത്തിന് കക്കോത്തിൽ ഹസൈനർ ഹാജിക്ക് പ്രിയപ്പെട്ട ഉസ്താദ് അവർകൾ ഇർഷാദ് അസരി ഉസ്താദ് അവർകൾ ഷാളണിയിച്ച് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഇരുവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ പെരുമയുടെയും പ്രശസ്തിയുടെയും ഏറ്റവും മികവാർന്ന രീതിയിൽ ഒരു കുടുംബം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ നടത്തുകയാണ്. പുതിയ കാലത്തെ ജനറേഷന് മുന്നിലേക്ക് പഴയ കാലത്തിൻ്റെ പാരമ്പര്യത്തെ ഏറ്റെടുക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പൈതൃകത്തെയും അതിൻ്റെ പ്രൗഢിയെയും ഏറ്റവും മനോഹരമായി തീർക്കുകയും ചെയ്യുകയാണ് ഒരു കുടുംബ സംഗമം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലേക്ക് നല്ല നന്മകൾ പകുത്തേക്കാൻ കഴിയും വിധത്തിൽ തലമുറയ്ക്ക് നല്ല നന്മകളുടെ മാതൃക സമ്മാനിക്കലാണ് ഒരു കുടുംബ സംഗമത്തിൻ്റെ പ്രൗഢി എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ഈ വേദിയിൽ വെച്ച്. അടുത്തത് ഉസ്താദ് അവർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഉസ്താദിന് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ അബ്ദുറഹ്മാൻ ഹാജി സൺലൈറ്റ്, അബൂബക്കർ മുക്കോട്, അതോടൊപ്പം കക്കോത്തിൽ അബ്ദുല്ല ഹാജി തുടങ്ങിയവരൊക്കെ ചേർന്ന് ആ ഉപഹാരം സമർപ്പിക്കുകയാണ്. ഏറ്റവും മികവാർന്ന രീതിയും നല്ല നന്മയും സ്നേഹം പകുത്തേകുന്ന ദിനരാത്രങ്ങളും കുടുംബത്തിൻ്റെ മഹിമയും കുടുംബ സംഗമത്തിൻ്റെ പെരുമയും എല്ലാം പ്രശസ്തിയോടുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഈ സംഗമത്തിൽ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഒരുപാട് ആദരവുകൾ ഇവിടെ നൽകേണ്ടതുണ്ട്. ഉസ്താദിന് ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് നൽകുകയാണ്. അത് നൽകുന്നു മനാഫ്. അവരെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി അമർഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രതിനിധിയെ സ്നേഹത്തോടെ പ്രസംഗപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ ആശംസാ പ്രസംഗത്തിന് ശേഷം ഭക്ഷണം റെഡിയായിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയും നിസ്കരിക്കാൻ വേണ്ടിയും അരമണിക്കൂർ ബ്രേക്ക് ആയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരൻ, വേങ്ങച്ചേരി കുടുംബസംഗമ പരിപാടിയിൽ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതിനായി അവസരമൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് താജു സാഹിബിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അമർഷാൻ എന്നാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. കേരളത്തിലുടനീളം ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസവും ആശ്രയപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. രോഗത്തിൽ വലിയ രീതിയിൽ വിഷമത അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരാനുണ്ടായ പ്രധാന കാരണം
അവസാനമായി ഞാൻ ഏറ്റെടുത്ത ഒരു കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. കുടക് ജില്ലയിലെ സുണ്ടിക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആബിദ് എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചനുജൻ മംഗലാപുരം ഇഫ്ള് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുകയും ഉടനടി തന്നെ ശ്വാസകോശം മാറ്റിവെച്ചാൽ മാത്രമേ ആ കൊച്ചനുജൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിധിയെഴുതിയിൽ പിന്നെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ആ കുടുംബത്തിന്, വലിയ സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി 60 ലക്ഷം രൂപയോളം കണ്ടെത്തിയാൽ മാത്രമേ ആ ശ്വാസകോശം മാറ്റിവെക്കാനുള്ള ഒരു സർജറി നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ അതീവ ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടപ്പോൾ വളരെ എമർജൻസിയായി ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ 40 ലക്ഷം രൂപ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമാഹരിക്കാൻ സാധിച്ചു. ഇപ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ആ കൊച്ചനുജൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായി ഞാൻ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച നാടുകളിൽ വന്ന് അവരുടെ പ്രയാസങ്ങൾ ഉണർത്തുകയാണ്. അവരുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ കൂടി പങ്കുചേരണമെന്ന് വളരെ വേദനയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. താജു സാഹിബ് നേരിട്ട് വന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥകളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ താജു സാഹിബ് വളരെ നിർബന്ധപൂർവം ഇന്ന് അറിയിക്കുകയുണ്ടായി, ഇങ്ങനൊരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്, അവരിലേക്ക് ഈ സന്ദേശം ഒന്ന് എത്തിക്കണം, അവരോട് ഈ ഒരു വിഷയം കൃത്യമായി വിശദീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിവിടെ വരാനുണ്ടായ പ്രധാന കാരണമുണ്ടായത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ആ കുടുംബത്തെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം. ഒരു ചാരിറ്റി വീഡിയോ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു കരുണ കാണിക്കണം. കാരണം 40 ലക്ഷം രൂപ നാം കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയില്ലെങ്കിൽ ചികിത്സ മുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യം ഏറെയാണ്. വളരെ വേദനാർഹമായി ഖുർആൻ മനഃപ്പാടമാക്കണം. എനിക്ക് ഖുർആൻ മനഃപ്പാടമാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന ആഗ്രഹത്താൽ വലിയ വേദനയോടുകൂടി ശ്വാസകോശ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ, ശ്വാസകോശ ട്രാൻസ്പ്ലാന്റ് നടത്തിയാൽ മാത്രമേ ആ കൊച്ചനുജൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ കൊച്ചനുജൻ്റെ വേദന, ആ കുടുംബത്തിൻ്റെ സങ്കടം വളരെ കൃത്യമായി അറിഞ്ഞതും മനസ്സിലാക്കിയതും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ നാടുകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ കൊച്ചനുജൻ്റെ വേദന ഓരോ നാടുകളിലും അറിയിച്ചുകൊണ്ട് അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ നാടുകളിലും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഏറ്റെടുക്കണം. നിങ്ങളുടെ വാട്സപ്പുകളിൽ ആ വീഡിയോ എത്തിയാൽ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. ഒരു ജീവന് വേണ്ടിയാണ്, ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷയാണ്. 20 ലക്ഷം രൂപ കൂടി നാം കണ്ടെത്തിയില്ലെങ്കിൽ ആ കൊച്ചനുജൻ മരണപ്പെട്ടു പോകുന്ന ഒരു വാർത്ത നാം കേൾക്കേണ്ടി വരും. ആ ഒരു വാർത്ത കേൾക്കാൻ ഇടവരരുതേ. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കൊച്ചനുജൻ്റെ ചികിത്സ മുടങ്ങരുതേ. ആ കൊച്ചനുജൻ്റെ ചികിത്സയ്ക്ക് മുന്നോട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി വലിയ വേദനയോടുകൂടി ഒരുപാട് ആളുകളെ സമീപിച്ചുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നേരിട്ട് എത്തിക്കൊണ്ട് ആ ഒരു വേദന കൃത്യമായി അറിയിച്ചുകൊണ്ട് ഒരു ഫണ്ട് സമാഹരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നും വേണ്ട, നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ, ആ വീഡിയോ ഒന്ന് ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, 20,000 ആളുകളിലേക്ക് ആ വീഡിയോ എത്തിച്ചാൽ, ഒരു 100 രൂപ നൽകാൻ മനസ്സ് കാണിക്കുന്ന ആളുകളിലേക്ക് 20,000 ആളുകളിലേക്ക് ആ വീഡിയോ എത്തിയാൽ 20 ലക്ഷം രൂപ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. 100 രൂപ നൽകാൻ മനസ്സ് കാണിക്കുന്ന 20,000 ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും. ആ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. വീഡിയോ ഇപ്പോൾ അവരുടെ
ബന്ധക്കാർ തന്നെ ഇവിടെ ഉണ്ട്. അവർ നിങ്ങളുടെ ഓരോരുത്തരിലേക്കും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരും. ഒന്ന് ആ വീട് ഏറ്റെടുക്കണം. വളരെ വേദനയോടുകൂടി ഈ നിങ്ങളുടെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരു വേദനാർഹമായ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മുടെയൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഒരുപാട് രോഗങ്ങൾ ഓരോ ദിവസവും കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കുടുംബങ്ങളുടെ പ്രയാസങ്ങൾക്ക് വലിയ താങ്ങും തണലുമാകുന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾക്കും അവരവരുടെ പ്രയാസങ്ങളും അവരവരുടെ വേദനകളും വലിയ സങ്കടങ്ങളും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനുള്ള വലിയ പരിശ്രമവും നടത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളെ തൊട്ടും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ ഏറ്റെടുക്കുമെന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താജുബായിനോട് വീണ്ടും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനൊരു അവസരം നൽകിയതിന്. താജുബായിയും ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിച്ചിട്ടുണ്ട്. അവരുടെ സൗഹൃദങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഒക്കെ ഈ വിവരം എത്തിച്ച് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത്. കാരണം ഒരു ദിവസം ആ കുടുംബത്തിനോടൊപ്പം ആ താജുബായി അവിടെ നിന്ന് അവരുടെ വിഷമതകളും പ്രയാസങ്ങളും കണ്ടതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് വലിയ രീതിയിലുള്ള ഉത്സാഹങ്ങൾ താജുബായി കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫണ്ട് പൂർത്തീകരിക്കാനുള്ള സംവിധാനം പടച്ചോൻ ഉണ്ടാക്കി തട്ടെന്ന് പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിൽ ഒരു ഷാൾ അണിയിക്കുകയാണ് അമർഷാൻ. അത് അബ്ബാസ് ഹാജി അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അബ്ബാസ് ഹാജി ബേഗഞ്ചേരി അവർകളാണ് ആ ഷാള് അവരെ അണിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സെഷൻ ഇവിടെ പരിപൂർണമാവുകയാണ്. ഇനി ഭക്ഷണത്തിന് ശേഷമുള്ള നിസ്കാരം കഴിഞ്ഞ് അതിന് ശേഷമുള്ള സെഷൻ ഒരുപാട് പേർക്ക് ആദരവ് നൽകപ്പെടേണ്ടതുണ്ട്. ഫാമിലിയിലെ മുതിർന്ന അംഗങ്ങൾ, അതോടൊപ്പം ഹാഫിളായവർ, ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ, അങ്ങനെ തുടങ്ങി നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് ക്രോഡീകരിച്ച വിധത്തിൽ അവർക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്. ലഞ്ച് ബ്രേക്കിന് ശേഷം ലഞ്ച് ബ്രേക്കും നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും ഈ സംഗമത്തിൽ എത്തണമെന്ന് അറിയിക്കുകയാണ്. കുടുംബ ബന്ധത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന രീതിയിൽ വേങ്ങശ്ശേരി ഫാമിലി അതിൻ്റെ പ്രൗഢിയോടുകൂടി ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതിൻ്റെ ചേർന്ന് നിൽക്കാനാണ്.